പരമ്പരാഗതമായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു പഴയ കടയാണ്. ഞങ്ങളുടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇതിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ സുമേഷ് പിലാക്കിൽ ടൈം ഫോർ ട്രാവലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെ അറിയാം? രാമശ്ശേരിയിലാണ്. രാമശ്ശേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്. നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനും അതിൻ്റെ ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പുതുശ്ശേരിയിൽ നിന്ന് കുന്നാച്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡുണ്ട്. പുതുശ്ശേരി ഹൈവേ എന്നാണ് കേട്ടോ ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ റോഡാണ് ഈ വരുന്നത്. ഇവിടെ ഒരു വലിയൊരു അമ്പലമുണ്ട്, ശ്രീ മന്നത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ ഈ സരസ്വതി ടീ സ്റ്റാൾ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ടീ സ്റ്റാൾ ഇതാണ്. ഇപ്പം ഒരുപാട് ടീ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് എപ്പോഴും കഴിക്കാറുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ആളുകളടുത്തൊക്കെ ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാം. ചേട്ടാ ഇവിടെ ഉള്ള ആളാണോ? ഇവിടെ നിന്ന് ഇഡ്ഡലി കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ടോ? എന്താണ് അഭിപ്രായം ചേട്ടൻ്റെ? നല്ലതാണ്. ധാരാളം ആൾക്കാരൊക്കെ വരാറുണ്ട് അല്ലേ? അതെയോ, ശരി ശരി ശരി. അതെയോ, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരാറുണ്ടോ? 150 വർഷമായിട്ട് അല്ലേ? ഇവരാണ് ആദ്യമായിട്ട് ഇവിടെ? ഓ ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വേറെ നിറയെ കടകളുണ്ടല്ലോ ഇവിടെ. അപ്പൊ അതില് അതെ അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള കടകളൊക്കെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്നാണ് അല്ലേ? ശരി. അതെ അല്ലേ, ഫുള്ള് തിരക്കായിരിക്കും. ഇത് നമ്മുടെ രാജമണി ഏട്ടൻ, ഈ കടയുടെ ഓണറാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ചോദിച്ച് മനസ്സിലാക്കാം. രാജമേട്ട, എന്താണ് നമ്മുടെ ഈ ഇഡ്ഡലിയെ കുറിച്ച് ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് പറയോ? പരമ്പരാഗതമായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു പഴയ കടയാണ്. ഓ ശരി. രാമശ്ശേരിയിൽ ഞങ്ങളുടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇതിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ കൂട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോഴത്തെ വില വർധനയും മറ്റൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെ അടുത്ത് ബ്രദറുടെ കടയുണ്ട്, അപ്പുറത്ത് അമ്മാമന്റെ കടയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലി മാത്രമാണ് ഇത് നടത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോഴും ഇതാണ് പഴയ കട. ഏറ്റവും പഴയ കട ഇതാണ്. ഒരു 150-200 കൊല്ലത്തെ പഴക്കം എന്നുള്ളതാണ് എന്റെ അറിവില്. നേരത്തെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നെൽകൃഷി ഒന്നുമില്ല, പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് മാത്രമേ. ചിലപ്പോ നന്നാവും, ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, ഇതായിട്ട് വരാം. അതാണ് അത് നമ്മുടെ ക്വാളിറ്റിനെ ബാധിക്കുന്നുണ്ട്. ചിലപ്പോ ബാധിക്കും. ഞാൻ 10 രൂപയ്ക്ക് കൊടുക്കുന്നു. നേരത്തെ 6 ആയിരുന്നു, പിന്നെ 8 ആയിരുന്നു, ഇപ്പൊ 10 ആയി. ഇപ്പൊ കുറച്ചുകൂടി വില കൂടിയുള്ള സമയമാണ്. നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഏത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിലനിർത്തണ്ടേ? അപ്പൊ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ പൊടി പ്രധാനമാണ്. സാധാരണ ചമ്മന്തിപ്പൊടി എന്നാണ് പുറത്തുനിന്ന് വരുന്നവരെല്ലാവരും, അവർക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഇഡ്ലിപ്പൊടി എന്ന് പറഞ്ഞു വെച്ചാൽ അവര് ഇഡ്ലി ഉണ്ടാക്കുന്ന പൊടിയോ ചോദിക്കും, അരിപ്പൊടിയാണെന്നുള്ള ചോദിക്കും. ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ശരി ശരി. ഇത് ഞങ്ങൾ ഈ കുരുമുളക്, കായം, അരി, ജീരകം, അങ്ങനെ ഇത്തിരി നല്ല ഔഷധ ഗുണമുള്ള ചില ചേരുവകളൊക്കെയാണ്. അതുകൊണ്ടാണ് അത് ഞങ്ങൾക്ക് എങ്ങനെയും പൊടി ദിവസവും എങ്ങനെയും ഒരു 10-50 കിലോ 60 കിലോ പൊടി ദിവസവും പൊടി മാത്രമായിട്ട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ സാറ്റർഡേ ചിലപ്പോൾ കുറവായിരിക്കും. സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ഒക്കെ നല്ല പ്രത്യേകിച്ചൊരു നല്ല ഇതാണ്. ഞങ്ങളും അതിന് അനുസരിച്ച് ഇട്ട് വെക്കും. കുറച്ച് നേരത്തെ തന്നെ ഇഡ്ഡലി അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. എന്നാൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവരിവിടുന്ന് പോവില്ല, അല്ലെങ്കിൽ കിട്ടാതെ പോവില്ല. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ ഇനിയിപ്പോ വരുന്ന തലമുറകൾ ആരെങ്കിലും ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ, അതോ മക്കളൊക്കെ? അങ്ങനെയൊന്നുമില്ല, കുട്ടികളൊക്കെ പല ഭാഗത്തൊക്കെയാണ്. അപ്പൊ അവർക്കൊന്നും ഇതിനകത്ത് താല്പര്യമില്ല, അവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നല്ല ഒരു സംരംഭമാണത്. അതെ അല്ലേ? അതിന് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ ഇനിയും കുറച്ചുകൂടി പ്രോഗ്രസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും, നടത്താൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. ശരി ശരി. ഇപ്പൊ നമുക്കിപ്പോ എത്ര വയസ്സായി? എനിക്ക് 70 വയസ്സായി. ഇത് എന്റെ ബ്രദറുടെ കടയാണ്. ബ്രദർ മരിച്ചുപോയി. ഏടത്തമ്മയാണ് ഇത് നടത്തുന്നത്. ഓ ശരി ശരി. അവരുടെ ഒരു സഹായി മാത്രമാണ് ഞാൻ. ഓ ശരി. ഇപ്പൊ പണ്ട് മൺകലത്തിലൊക്കെ ഉണ്ടാക്കി തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ആവശ്യം.
പിന്നെ ഗ്യാസിലാക്കി. നേരത്തെ അടുപ്പായിരുന്നു, പുളി വിറക് വെച്ച് കത്തിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ മൺപാത്രം ഉപയോഗിച്ചത്, അന്ന് പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ ഗ്യാസ് ആക്കിയപ്പോ ഈ മൺപാത്രം വെക്കുമ്പോ ഓട്ടയാവും. ഓ ശരി, തീ കൂടുതലാകുമ്പോ അതിന് ഓട്ടയാവും. അപ്പൊ അതിനൊരു ചെറിയ മാറ്റമാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പൊ അലുമിനിയം പാത്രം അതും മാറ്റി, പിന്നെ കൈ കൊണ്ട് അരച്ചുണ്ടാക്കണം. അതിന്റെതൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരും അല്ലേ? അല്ല, നമ്മളത് ഇല്ലാന്ന് പറയില്ല. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കൊണ്ടു നടത്താൻ പറ്റും. അടിയില് മൺപാത്രം, മുകളിലും അതേമാതിരി മൺപാത്രം കൊണ്ടതാണ് കമഴ്ത്തുന്നത്. മൺപാത്രമാണ്, ഫുള്ള് മണ്ണായിരിക്കണം. ഫുൾ മണ്ണായിരിക്കണം. അതേമാതിരി ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ ഇതുണ്ട് തട്ടുകൾ, 1 2 3 3 തട്ടാണ്. 3 എണ്ണത്തിൽ കൂടുതലാകുമ്പോൾ ഇക്വേഷൻ തെറ്റും. 4 എണ്ണം വെക്കാൻ പറ്റില്ല, 2 എണ്ണം വെക്കാൻ പറ്റില്ല. ശരി, 3 എണ്ണം തന്നെ വെക്കണം. കൂടുതൽ കുറവ് വ്യത്യാസം വരും. അങ്ങനെയുണ്ട്. അപ്പൊ പണ്ട് മുതലേ ഈ 3 എണ്ണം തന്നെ വെച്ചോണ്ടിരുന്നത് അല്ലേ? അതിനകത്തൊരു മാറ്റമില്ല. അതിന് മാറ്റമൊന്നും, കാരണം കൂടുതൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വെക്കാനും പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 1000 ചോദിച്ചിട്ട് ഞാൻ 3 എണ്ണം തന്നെ വെക്കുള്ളൂ. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഞങ്ങൾ ഒരു സ്റ്റൗവിന് 3 അടുപ്പ് വയ്ക്കും. അപ്പൊ 1 2 3 സ്റ്റൗ വയ്ക്കും. അപ്പൊ ഒന്നിലും 3, അടുത്തത് 3, അടുത്തത് 3, 3 3 6 3 9 എണ്ണം ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റും. മറ്റേ ടൈമിൽ അല്ലാതെ നമുക്ക് കൂടുതൽ എണ്ണം കൂട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ കറി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണോ, ഈ പൊടി തന്നെയാണോ മെയിൻ ആയിട്ട്? ചട്നി, സാമ്പാർ പൊടി ചില പ്രത്യേക ദിവസങ്ങളിൽ ഞങ്ങൾ ഇഷ്ടം ഉണ്ടാക്കും. അത് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങാറില്ല. അത് ഇതിന്റെ കൂട്ടത്തിലുള്ളത്, കൂട്ടത്തിൽ അങ്ങനെ കൊടുക്കും. മെയിൻ ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ചട്നി സാമ്പാറിന്റെ ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പൊടി വെച്ചിട്ട് അതിൽ ലേശം വെളിച്ചെണ്ണ ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ അത് മാത്രം നല്ല ടേസ്റ്റി ഫുഡായിരിക്കും. വയറുവേദനയൊക്കെ വന്നിച്ചാൽ സാധാരണ ഞങ്ങളുടെ ഈ ഇഡ്ഡലി കാലത്ത് നേരത്തെ പച്ചവെള്ളത്തിൽ മുക്കി കഴിക്കും. അങ്ങനെയാണ് പറയണത്. അതെന്തുകൊണ്ടാണത്? അത് അങ്ങനെ ഒരു പഴയ ഒരു ഇതാണ്, ആചാരമാണല്ലോ പണ്ട്. അപ്പൊ പച്ചവെള്ളത്തിൽ ചൂടായിട്ട് പച്ചവെള്ളത്തിൽ മുക്കുക കഴിക്കുക. അപ്പൊ ഈ വയറുവേദനയ്ക്ക് ലേശം കിട്ടുന്നാണ് പറയണത് അല്ലേ? അത് വെള്ളം വെച്ചിട്ട്, ഇത് മണ്ണിന്റെ ആണല്ലോ ഇത്. അതിലിങ്ങനെ കയറ് കെട്ടിയിരിക്കുകയാണ്. അതിന്റെ മുകളിൽ നമ്മളൊരു തുണി വിരിക്കുക, വെള്ളത്തുണി. ആ തുണിയിലേക്കാണ് മാവ് ഇടുന്നത് അല്ലേ? ഒന്ന് ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കും. പിന്നെ ഒന്നുകൂടി വെച്ചു അതേപോലെ. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഈ മാവ് ഇങ്ങനെ പരത്തണം. അത് ഓരോന്നിങ്ങനെ എടുക്കുകയും ചെയ്യും, അതേപോലെ തന്നെ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സെറ്റ് 3 എണ്ണം വെച്ചപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് ഇതുണ്ടല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇഡ്ഡലി അല്ല, ദോശയല്ല, ആ ഒരു പരുവാണ്. ഇത് എപ്പോൾ തുടങ്ങിയതാണ് അമ്മ? ഈ എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 120 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാരാണത്? നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണ് അല്ലേ? ശരി. അതെയോ, മറ്റേ കല്യാണത്തിന് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ അല്ലേ? ശരി ശരി ശരി. ഇത് എന്തെല്ലാം ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്? പ്ലാച്ചി അല്ല അല്ലേ? അട ഉണ്ടാക്കുന്നത്. ഇത് എന്തിനാണ് ഈ ഇലയിലേക്ക് വെക്കുന്നത്? എന്തിനാണ്? ഓ, അതിനാണ് ഇല ഉപയോഗിക്കണത് അല്ലേ? ശരി ശരി. അത് ആരാണ് ഈ ചിറ്റൂരി അമ്മ എന്ന് പറയുന്നത്? ബേക്കറി ഐറ്റങ്ങളൊന്നും അപ്പം ഉണ്ടാകില്ലല്ലോ. ഓക്കെ, മക്കൾക്ക് കഴിക്കാൻ വേണ്ടി അത് ശരി. അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ കണ്ടുപിടിച്ചാണ് അല്ലേ? നാഴി നെല്ല് അല്ലേ ഒരു ഇഡ്ഡലിക്ക്? അന്നൊക്കെ പൈസ ഒന്നും ഇല്ലാതെ കുറവാണ് പൈസ അല്ലേ? നെല്ലാണ് കൊടുക്കുക. ആ നെല്ലിനെ കൊള്ളൊന്ന് വേവിച്ച് അരിയാക്കി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഓ ഓ ഓ, കൈ കൊണ്ട് തന്നെ ഒക്കെ ചെയ്യും അല്ലേ? ഇത് എത്ര മണി വരെ ഉണ്ടാക്കും ചേച്ചി ഇതുപോലെ? ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവോ? അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് നിർത്തും അല്ലേ? ഇത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലി 2 ആഴ്ചയോളം കേടുകൂടാതെ ഇരിക്കുന്നതാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇത് ഇഡ്ഡലി പൊടി ഉണ്ടാക്കുകയാണ് അല്ലേ? ഇത് നമ്മുടെ കുമാരേട്ടൻ ഇവിടെ ഇഡ്ഡലി പൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാക്കണം കുമാരേട്ടൻ ഒന്ന് പറയും. ആ ഒരു നിഷ്കളങ്കമായ ചിരി നോക്ക്. ഓക്കെ. ഈ ഉഴുന്നും മുളകെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അരി വറുത്ത് കൊട്ടാണ്. നമ്മൾ 200 വർഷത്തോളം പഴക്കമുള്ള ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഏറ്റവും ആദ്യത്തെ കടയിലാണ്.
ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ വേറെ ആയിരുന്നു. ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങളും പുതിയ പുതിയ സെറ്റപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെയാണ് നമുക്ക് മൺപാത്രത്തിലൊക്കെ കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പിൽ നിന്ന് മാറിയിട്ടുണ്ട്, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിച്ചു നോക്കാം. നമ്മുടെ അടുത്തിരിക്കുന്നുണ്ട് രാമശ്ശേരി ഇഡ്ഡലി. ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് കാണാൻ നമുക്ക് ഇഡ്ഡലി അല്ല ദോശയല്ലാത്ത ഒരു മിഡിലുള്ള ഷേപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മെയിനായിട്ട് കഴിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൊടിയാണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ല പൊടി ഉണ്ടാക്കുന്നത്. ആ ഇഡ്ഡലി പൊടി കൂട്ടിയിട്ട് നമ്മൾ കഴിക്കണം. ഇതുണ്ടല്ലേ, ഇഡ്ഡലി പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നല്ല വെളിച്ചെണ്ണ, ഇതുണ്ടല്ലേ സൂപ്പർ വെളിച്ചെണ്ണ ഇതിനകത്ത് പൊടി കൂട്ടണം. ഈ എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് വെറൈറ്റി ടേസ്റ്റാണല്ലോ. ഈ പച്ചെണ്ണയ്ക്ക് കൂട്ടുമ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആട്ടെ ഇതാണ്. നാക്കിലിടുമ്പോൾ അലിഞ്ഞു പോവുക, അത്ര സോഫ്റ്റാണ്. സൂപ്പർ. എന്തായാലും വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. എന്താ പറയുക, കോമ്പിനേഷൻ ഈ പൊടി മാത്രമാണെന്ന് പറയുന്നത്. ഇഡ്ഡലി പൊടി അത് മതി കേട്ടോ. നമുക്കത് കഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് മാത്രം മതി. വായിൽ വെള്ളം കൊണ്ട് സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചട്നി ഉണ്ട്, സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അഡീഷണലാണ്. നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ ഉള്ളൂ. പക്ഷേ ഈ പൊടി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. കല്യാണം പോലുള്ള മറ്റ് ഫംഗ്ഷനുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടുന്ന് പാർസൽ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അതിൽ പാർസൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമുക്ക് പ്രശസ്തമായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലിയുടെ കാഴ്ചകളാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായി മറ്റൊരു സ്ഥലത്തിൻ്റെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി വിട പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പിലാക്കൽ.